ഫിംഗേഴ്സ് മൂവ്മെൻറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഫിംഗേഴ്സ് മൂവ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫിംഗർ മാത്രമേ കണക്ട് ചെയ്തു. അപ്പോൾ ഇത് ഫ്ലെക്സ് സെൻസർ എന്നാണ്. അപ്പോൾ ഫ്ലെക്സ് സെൻസർ എന്ന് വെച്ചാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് ബെൻഡ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വേരിയേഷൻ നമ്മൾ ഈ മോട്ടറിലേക്ക് ഫീഡ് ചെയ്യും. സെർവോ മോട്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ കറക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം ബെൻഡ് ചെയ്യണം അത്രത്തോളം റെസിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ആംഗിൾ വേരി ചെയ്തോളും. അപ്പോൾ ഇത് എത്ര ബെൻഡ് ചെയ്യണോ അത്രയും ഇത് കറങ്ങും. അപ്പോൾ ഇത് കറങ്ങുമ്പോൾ സ്ട്രെയിൻ പുൾ ചെയ്തിട്ട് ഇത് ഫിംഗറാണ്. ശരിക്കും നമ്മൾ ഇത് വെച്ച് കൈകൊണ്ടാക്കുമ്പോൾ ഈ ഫിംഗറാണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ പ്രോസ്റ്ററ്റിക് ലിംബ് അങ്ങനത്തെ സംഭവമുണ്ട്. ഈ കൈ പോയ ആൾക്കാർ കാല് പോയ അതൊക്കെ ഇത് കുറച്ചും കൂടി അഡ്വാൻസ് വേർഷനിൽ ഈ നെർവസ് സിസ്റ്റം ഒക്കെ വെച്ച് കണ്ടിട്ട് ഈ മെക്കാനിസം ഇതല്ലേ ഇതുപോലത്തെ ഇതിന് പകരം സ്വന്തം നെർവസ് സിസ്റ്റം വെച്ച് ലിങ്ക് ചെയ്തിട്ട് അപ്പോൾ സ്വന്തം ബ്രെയിൻ വെച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കൈ ഇല്ലാത്തവർക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാറില്ല. കൈ ഇല്ലാത്തവർക്ക് മെസ്സേജ് എങ്ങനെയാണ് ചെല്ലുന്നത്? അതാണ് ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, സാധാ ഫ്ലെക്സൻസ് വയ്ക്കുമ്പോൾ അത് മൂവ്മെൻറ്റ് അനുസരിച്ച് കൺട്രോൾ ചെയ്യുക. അതുപോലെ ബ്രെയിൻ വേവ്സിൻ്റെ ആ വേരിയേഷൻ വെച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിൻ ബേസിക്കലി ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ബോഡി. അപ്പോൾ നമ്മൾ ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോഴും ആ റെസിസ്റ്റൻസ് മാറി ഒരു വോൾട്ടേജ് സിഗ്നൽ പോകണ പോലെ നമ്മുടെ ബോഡി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹീറ്റിട്ട് തൊട്ട് പെട്ടെന്ന് റിഫ്ലക്സ് ഒക്കെ വരുമ്പോൾ അത് ഇതുപോലെ ഒരു വോൾട്ടേജ് സർജ് വരുന്നതായിരുന്നു. റിഫ്ലക്സ് ഐഡന്റിഫൈ ചെയ്ത് നെർവസ് സിസ്റ്റം ബേസിക്കലി നമ്മുടെ ഒരു ഇലക്ട്രിക് എന്താ പറയുക സംഭവം ഇലക്ട്രിക് സിഗ്നൽസ് ആണ് അതിൻ്റെ സെയിം ആയിട്ട്.